നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. 4 വേദങ്ങളും ഉണ്ടായത് ദേവിയുടെ നിശ്വാസമാരുതനാൽ എന്നാണ് വിശ്വാസം. ദേവിയുടെ അഭിമാനത്തിൽ നിന്ന് മഹാമന്ത്രങ്ങളുണ്ടായി. ദേവിയുടെ മധുരാലാപനത്തിൽ നിന്നും കാവ്യനാടകാദി അലങ്കാരങ്ങളുണ്ടായി. ദേവിയുടെ നാവിൽ നിന്ന് സരസ്വതി ഉണ്ടായി. കവിൾ തടങ്ങളിൽ നിന്നും 6 വേദാംഗങ്ങളും കണ്ഠോപരി ഭാഗത്തു നിന്നും മീമാംസ, ന്യായശാസ്ത്രം, പുരാണം, ധർമ്മശാസ്ത്രം എന്നിവയും ഉത്ഭവിച്ചു എന്ന് സങ്കല്പം. കണ്ഠമധ്യത്തിൽ നിന്ന് ആയുർവേദവും ധനുർവേദവും ഉണ്ടായി. കഴുത്തിൻ്റെ അടിഭാഗത്ത് നിന്ന് 64 കലാവിദ്യകൾ ഉദയം കൊണ്ടു എന്നാണ് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് ദേവിയെ ശാസ്ത്രമയി എന്ന നാമം കൊണ്ട് ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ സ്തുതിക്കുന്നത്. ശാസ്ത്രങ്ങൾ ശരീര അവയവങ്ങളാക്കിയ ദേവിയെ സ്തുതിക്കുന്നതിലൂടെ ഈ കഴിവുകൾ ഭക്തരിലേക്ക് പകരുമെന്നാണ് വിശ്വാസം. തുടർന്ന് ഗുരു ഉപദേശം കേൾക്കാം. തന്നിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ലെന്ന് അറിയണം. അതാണ് അദ്വൈതം. ശ്രീനാരായണ ഗുരുദേവൻ. ഇനി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ചൊല്ലുന്നത് കേൾക്കാം. ജലധിമഥനദക്ഷോ നൈവ പാതാളഭേദീ ന ജവനമൃഗയായാം നൈവ ലുബ്ധഃ പ്രവീണഃ അശനകുസുമഭൂഷാവസ്ത്രമുഖ്യാം സപര്യാം കഥയ കഥമഹം ते कल्पयानीन्दुमौले जलधिमथनदक्षो नैव पातालभेदी न च वनमृगयायां नैव लुब्धः प्रवीणः अशनकुसुमभूषावस्त्रमुख्यां सपर्यां कथय कथमहं ते कल्पयानीन्दुमौले. സന്ധ്യാദീപം. തുടർന്ന് ശങ്കര സ്തോത്രാമൃതം. ചന്ദ്രനെ ശിരസിൽ ധരിച്ച ശ്രീ പരമേശ്വര, നിന്നെ പൂജ ചെയ്യാൻ ഞാൻ അശക്തനാണ്. കാരണം സമുദ്രമഥനം ചെയ്യുന്നതിന് ഞാൻ സമർത്ഥനല്ല. പാതാളത്തെ ഭേദിച്ച് ഉള്ളിൽ പോകാനും എനിക്ക് കഴിയില്ല. മൃഗവേട്ടയ്ക്കും ഞാൻ അശക്തനാണ്. ഇത്തരത്തിൽ പ്രാർത്ഥിക്കുന്ന ശിവാനന്ദലഹരിയിലെ 85-ാം ശ്ലോകത്തെ വിവരിക്കുകയാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി. ശ്രീ ശങ്കര സ്തോത്രകൃതികളിൽ ശിവാനന്ദലഹരിയിൽ 85-ാമത്തെ
ശ്ലോകമാണ് നമ്മൾ ആരംഭിച്ചത്. 84-ാം ശ്ലോകത്തിൽ എൻ്റെ ഹൃദയമാകുന്ന ഗൃഹത്തിൽ എപ്പോഴും വസിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ വസിക്കുമ്പോൾ പൂജ ചെയ്യണം. ശിവപൂജ ചെയ്യുന്നതിൽ വലിയൊരു വിഷമമുണ്ട്. അതാണ് പറയുന്നത്. അതെന്താണ്? ജലധിമഥനദക്ഷോ നൈവ പാതാളഭേദി ന ച വനമൃഗയായാം നൈവ ലുബ്ധപ്രവീണഃ അശനകുസുമഭൂഷാ വസ്ത്രമുഖ്യാം സപര്യാം കഥയ കഥമഹം തേ കൽപ്പയാനീന്ദുമൗലേ. ജലധിമഥനദക്ഷോ നൈവ പാതാളഭേദി ന ച വനമൃഗയായാം നൈവ ലുബ്ധപ്രവീണഃ അശനകുസുമഭൂഷാ വസ്ത്രമുഖ്യാം സപര്യാം കഥയ കഥമഹം തേ കൽപ്പയാനീന്ദുമൗലേ. തൻ്റെ ഹൃദയമാകുന്ന ഗൃഹത്തിൽ വസിക്കാനാണല്ലോ പ്രാർത്ഥിച്ചത്. അപ്പം ഭഗവാനെ പൂജിക്കണം. എന്നാൽ പൂജിക്കുന്നതിൽ വലിയ ക്ലേശമുണ്ട്. അതാണ് പറയുന്നത്. അശനകുസുമഭൂഷാ വസ്ത്രമുഖ്യാം സപര്യാം കഥമഹം തേ കൽപ്പയാനി. ഹേ ഇന്ദുമൗലേ, അല്ലയോ ഇന്ദുമൗലേ, അല്ലയോ ഇന്ദുവെ, ചന്ദ്രനെ മൗലിയിൽ ധരിച്ചിട്ടുള്ളവനെ, തൻ്റെ ശിരസ്സിനുപരി ചന്ദ്രനെ ധരിച്ചിട്ടുള്ളവനെ, ഹേ പരമശിവ, ജലധിമഥനദക്ഷഃ ന, ഞാൻ സമുദ്രത്തെ കടയുന്നതിന് സമർത്ഥനല്ല, സമുദ്രമഥനം ചെയ്യുന്നതിന് ഞാൻ സമർത്ഥനല്ല. ന ഏവ പാതാളഭേദി, പാതാളത്തെ ഭേദിച്ചകത്തേക്ക് പോവാനും എനിക്ക് ശക്തിയില്ല. നച്ച് വനമൃഗായാം പ്രവീണഃ ലുബ്ധഃ, ഇനി വനമൃഗയായാം, നായാട്ടിന്, വനത്തിൽ നായാട്ട് ചെയ്യുന്നതിന്, വേട്ടയാടുന്നതിന് സമർത്ഥനായ ലുബ്ധനുമല്ല ഞാൻ, വേട്ടക്കാരനുമല്ല. പിന്നെ എങ്ങനെ നിൻ്റെ പൂജ ചെയ്യും? കാരണം പൂജ ചെയ്യുമ്പോൾ അവിടെ അശനം സമർപ്പിക്കണം, ഭക്ഷണം, കുസുമം അലങ്കാരം സമർപ്പിക്കണം, ഭൂഷ ആഭരണങ്ങൾ, അല്ലെങ്കിൽ വസ്ത്രം, ഇങ്ങനെയൊക്കെ സമർപ്പിക്കേണ്ടുന്നതായ സപര്യാം പൂജയെ, സപര്യ എന്ന് പറഞ്ഞാൽ പൂജ, സപര്യാം പൂജയെ കഥമഹം കൽപ്പയാനി, ഞാൻ എങ്ങനെ ചെയ്യും? കാരണം നിൻ്റെ ഭക്ഷണം വിഷമാണ്. അപ്പം നിനക്ക് പൂജ ചെയ്യുമ്പോൾ സമർപ്പിക്കേണ്ടുന്നതായ നൈവേദ്യം വിഷമാണ്. ആ വിഷം എവിടുന്ന് കിട്ടും? ആ വിഷം കിട്ടണമെങ്കിൽ പാലാഴി കടയണം, സമുദ്രമഥനം ചെയ്യണം. സമുദ്രമഥനത്തിന് ഞാൻ ശക്തനല്ല. അതാണ് ജലധിമഥന ദക്ഷഃ നൈവ അഹം, ഞാൻ ജലധിമഥന ദക്ഷനല്ല, സമർത്ഥനല്ല. രണ്ടാമതായിട്ട് അലങ്കാരങ്ങൾ. അപ്പോൾ അലങ്കാരങ്ങൾക്ക് എന്താ വേണ്ടത്? പാമ്പാണ്. ആ പാമ്പിനെ ലഭിക്കണമെങ്കിൽ പാതാളത്തിലേക്ക് പോകണം. അങ്ങനെ പാതാളത്തെ തുളച്ച് പാമ്പിനെ എടുക്കാനുള്ള ശക്തിയും എനിക്കില്ല. അതുകൊണ്ട് ഞാൻ പാതാളഭേദിയുമല്ല. അതുകൊണ്ട് അലങ്കാരങ്ങൾ സമർപ്പിക്കാൻ എനിക്ക് കഴിയില്ല. നച്ച് വനമൃഗയായാം പ്രവീണഃ ലുബ്ധഃ, വേട്ടയാടലിൽ പ്രവീണനായ കാട്ടാളനല്ല ഞാൻ, വേട്ടക്കാരനല്ല. അപ്പോൾ അശനം, കുസുമം, ഭൂഷ, വസ്ത്രം, വസ്ത്രമായിട്ട് നിനക്ക് മാൻതോലാണല്ലോ വേണ്ടത്. അപ്പം മൃഗത്തോൽ ഉടുക്കുന്ന നിനക്ക് മൃഗത്തോൽ തരണമെങ്കിൽ വേട്ടയാടി മൃഗത്തെ പിടിക്കണം. അതിനും ഞാൻ സമർത്ഥനല്ല. അപ്പം നിനക്ക് തരാനുള്ള ഒരു വസ്തുവും സമർപ്പിക്കാൻ എനിക്ക് കഴിയില്ല. പിന്നെ എങ്ങനെ ഞാൻ പൂജ ചെയ്യും?
അതുകൊണ്ടാണ് ചോദിക്കുന്നത്, കഥയാ, നീ പറയൂ. കഥയാ എന്ന് പറഞ്ഞാൽ നീ പറയൂ. അഹം കഥം സപര്യാം കൽപ്പയാനി, ഞാൻ എങ്ങനെ നിൻ്റെ പൂജയെ കൽപ്പിക്കും, ഞാൻ നിൻ്റെ പൂജ എങ്ങനെ ചെയ്യും? ആ പൂജയിൽ സമർപ്പിക്കാനുള്ള ഒന്നും തരാൻ എനിക്ക് കഴിയില്ല, അതിനുള്ള സാമർഥ്യം എനിക്കില്ല. ഇപ്പം പദാർത്ഥങ്ങളെ സ്വരൂപിക്കാൻ തനിക്ക് കഴിയില്ല, പിന്നെ ഞാൻ എങ്ങനെ പൂജ ചെയ്യും എന്നുള്ള ചോദ്യമാണിവിടെ. തുടർന്ന് അടുത്ത ശ്ലോകത്തിൽ പദാർത്ഥങ്ങളെയെല്ലാം എങ്ങനെയെങ്കിലും സഞ്ചയിച്ചു എന്ന് വിചാരിക്കുക, പക്ഷേ എന്നാലും പൂജ ചെയ്യാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ ഈ 85-ാം ശ്ലോകവും 86-ാം ശ്ലോകവും ഒന്നിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. 85-ാം ശ്ലോകത്തിൽ പൂജാദ്രവ്യങ്ങളെ സ്വരൂപിക്കാൻ സമർത്ഥനല്ല എന്ന് പറയുന്നു. 86-ാം ശ്ലോകത്തിൽ എങ്ങനെയെങ്കിലും പൂജാദ്രവ്യങ്ങളെ സ്വരൂപിച്ചാലും താൻ പൂജ ചെയ്യാൻ ശക്തനല്ല എന്ന് പറയുകയാണ്. അതെങ്ങനെയാണ്? ആ ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. വാരനാട് ദേവീക്ഷേത്രം. പ്രപഞ്ചരക്ഷയ്ക്കായി അതിഘോര രൂപം കൊണ്ട് വേതാളത്തെ വാഹനമാക്കി ദാരികനെ വധിച്ച ശേഷം ശത്രുസംഹാരമൂർത്തിയായി സർവാലങ്കാര വിഭൂഷിതയായ ജഗദംബിക ഭക്തജനങ്ങളെ രക്ഷിക്കുന്നതിനായി വാഴുന്ന പുണ്യപുരാതന ദേവീസ്ഥാനമാണ് വാരനാട് ദേവീക്ഷേത്രം. പൊതുവിൽ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യരാശിയുടെയും സകല ചരാചരങ്ങളുടെയും നന്മയ്ക്കായി ഋഷീശ്വരന്മാർ കണ്ടെത്തിയിട്ടുള്ള ഒരു പ്രത്യേക സംവിധാനമത്രേ. പ്രപഞ്ചത്തിലെ ഈശ്വര ചൈതന്യത്തെ കേന്ദ്രീകരിച്ച് ഒരു പ്രത്യേക പ്രദേശത്തേക്ക് സങ്കുചിതമാക്കി വച്ചിരിക്കുന്ന സംവിധാനമാണ് പൊതുവിൽ ക്ഷേത്രം എന്ന് പറയുന്നത്. ഭദ്രകാളി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പൊതുവിൽ കുജനെ കൊണ്ടാണ് ചിന്തിക്കപ്പെടുന്നത്. രോഗകാരകനായി വർത്തിക്കുന്നതാണ് കുജൻ. കുജൻ ഭൂമസുതനാണ്. ശത്രുപരമായിട്ടുള്ള വിഷയത്തിനു വേണ്ടിയും രോഗനിവാരണത്തിനും കുജന്റെ അനുഗ്രഹം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. അങ്ങനെയുള്ള കുജന്റെ ഒരു സ്വരൂപമത്രേ ഭദ്ര. ഇങ്ങനെ കുജന്റെ അതിരൗദ്രമായ ഒരു ഭാവത്തിലുള്ള ക്ഷേത്രമാണ് വാരനാട് ദേവീക്ഷേത്രം. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്കടുത്ത് തണ്ണീർമുക്കം പഞ്ചായത്തിലാണ് വാരനാട് ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വാരനാട് ദേവീക്ഷേത്ര ഉത്പത്തിയെ സംബന്ധിച്ച് വാരനാട് നിവാസികൾക്കിടയിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു ഐതിഹ്യമുണ്ട്. പണ്ട് വയലാർ പുതിയക്കൽ കോവിലകത്തെ തമ്പുരാന്റെ ആരാധനാമൂർത്തിയായിരുന്നു വാരനാട് ഭഗവതി എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒരു ദിവസം അദ്ദേഹം തന്റെ ബന്ധുഗൃഹമായ മണ്ണഞ്ചേരി കോവിലകത്തേക്ക് യാത്ര തിരിക്കുകയായിരുന്നു. തൊട്ടടുത്തുള്ള വേമ്പനാട് കായലിലൂടെ തോണിയിലായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര. താൻ ഓരോ യാത്രയിലും ഒപ്പം കരുതാറുള്ള തന്റെ ഉപാസനാമൂർത്തിയായ പഞ്ചലോഹ കണ്ണാടി ബിംബം ഈ യാത്രയിൽ അദ്ദേഹം കൂടെ കരുതിയിരുന്നു. യാത്ര ആരംഭിച്ച് ഏറെ കഴിയുകയും കാർമേഘ പടലങ്ങൾ കൊണ്ട് ആകാശം പൊടുന്നനെ മൂടുകയും കാറ്റും മഴയും ഇടിയും മിന്നലും ഒരുപോലെ വന്ന് ഭവിക്കുകയും ചെയ്തു. ശക്തമായ കാറ്റും കോളും മൂലം പ്രക്ഷുബ്ധമായ കായൽ തമ്പുരാന്റെ കൊച്ചുവള്ളത്തെ പിടിച്ചുലയ്ക്കുവാൻ ആരംഭിച്ചു. അപകടം മുന്നിൽ കണ്ട തമ്പുരാനാകട്ടെ അടുത്തു കണ്ട ഒരു കാട്ടുപ്രദേശത്തേക്ക്
കണ്ടൽ ചെടികളും എരുക്കൻ കൂട്ടങ്ങളും തിങ്ങി നിൽക്കുന്ന ഒരു പ്രദേശത്തായിരുന്നു തമ്പുരാൻ തന്റെ തോണി അടുപ്പിച്ചത്. കാറ്റും മഴയും ഇടിയും മിന്നലും മൂലമുള്ള പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ നിന്നും രക്ഷപ്പെടുവാനായി അടുത്തു കണ്ട കാട്ടുപ്രദേശത്ത് അഭയം തേടിയ തമ്പുരാൻ കുറച്ചകലെയായി വലിയ പൊത്തോടുകൂടിയ ഒരു മരം കാണുവാനിടയായി. ആ വൃക്ഷത്തിന്റെ പൊത്തിൽ തമ്പുരാൻ ആ രാത്രി മുഴുവൻ ചെലവഴിക്കുകയുണ്ടായി. പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം യാത്ര തുടരാം എന്ന് കരുതിയ തമ്പുരാൻ കണ്ണാടി ബിംബം എടുക്കുവാനായി ശ്രമിച്ചപ്പോൾ മണ്ണിൽ നിന്നും അത് ഉയർത്തുവാൻ സാധിച്ചില്ല. ഈ വിവരം അറിഞ്ഞ നാട്ടുപ്രമാണിയായ വാര്യാട്ട് പണിക്കരും ദേശവാസികളും സ്ഥലത്തെത്തി. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ അവർ ഇതിന്റെ നിജസ്ഥിതി അറിയുവാനായി പ്രശ്നം ലഭിക്കുവാൻ തീരുമാനിച്ചു. ഇപ്രകാരം പ്രശ്നം നടത്തുകയുണ്ടായി. പ്രശ്നവിധി പ്രകാരം ദേവിക്ക് മറ്റൊരിടത്തേക്ക് പോകുവാൻ താല്പര്യമില്ല എന്ന് മനസ്സിലാക്കിയ തമ്പുരാൻ ദേവിയുടെ ആഗ്രഹത്തോട് യോജിച്ചു. തുടർന്ന് ദേവിയുടെ ആഗ്രഹപ്രകാരം ദേവിയെ അവിടെ കുടിയിരുത്തി. സമീപസ്ഥരായ കിഴക്കേടത്ത് കുടുംബക്കാരും സ്ഥലമുടമയായ വാര്യാട്ട് കാരണവരും ചേർന്ന് ഒരു ക്ഷേത്രം പണികഴിപ്പിക്കുകയും ദേവിയെ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. മണൽ വാരിക്കൂട്ടി ദേവിക്ക് ഇരിപ്പിടമൊരുക്കിയതിനാൽ ഈ പ്രദേശത്തിന് വാരിയനാട് എന്ന് നാമം സിദ്ധിക്കുകയും പിന്നീട് വാരിയനാട് എന്ന പദം ലോപിച്ച് വാരനാടായി തീർന്നു എന്നുമാണ് പറഞ്ഞു കേൾക്കുന്നത്. ചരിത്രപരമായി പരിശോധിച്ചാൽ വാരനാട് ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഒരു കാലത്ത് വാര്യാട്ട് കുടുംബത്തിന്റെ വകയായിരുന്നു എന്നാണ് കാണുന്നത്. ദേവി പ്രതിഷ്ഠയ്ക്ക് ശേഷം ക്ഷേത്രത്തിനായി വാര്യാട്ട് തറവാട്ട് വക 24 ഏക്കർ ഭൂമിയും നൽകുകയുണ്ടായി. അന്നു മുതൽ ഇന്നുവരെ ക്ഷേത്രത്തിലെ നിത്യജ്ഞാന ചെലവിനായി ഒരു തുക വാര്യാട്ട് തറവാട്ട് നൽകി വരുന്നു. ഇന്നും ക്ഷേത്രത്തിലെ ഒരു ദിവസത്തെ ആദ്യ നൈവേദ്യം വാര്യാട്ട് തറവാട്ട് വകയാണ്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് വാരനാട്ടമ്മ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുന്നത്. നിത്യേന 5 പൂജയും ശീവേലിയുമാണ് ഇവിടെ. കടിയക്കോൽ ഇല്ലത്തിനാണ് ഇവിടെ തന്ത്രാധികാരം. രാവിലെ നട തുറന്നതിന് ശേഷം നിർമ്മാല്യം തൊഴിൽ, അഭിഷേകം, മലർ നിവേദ്യം, ഉഷനിവേദ്യം, എതിർത്ത് പൂജ, ശീവേലി, പന്തീരടി പൂജ, ഉച്ചപൂജ, ഉച്ച ശീവേലി, വൈകിട്ടുള്ള ദീപാരാധന, അത്താഴ പൂജ എന്നിവയാണ് ഇവിടുത്തെ നിത്യേനയുള്ള പൂജാക്രമം. ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനായി ഭക്തജനങ്ങൾ നടത്തിവരുന്ന അറുനാഴി പായസം വാരനാട് ദേവീക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ്. അറുനാഴി പായസം വഴിപാട് നടത്തിയാൽ 6 ഉദ്ദിഷ്ട കാര്യം സാധിക്കും എന്നാണ് ഭക്തർക്കിടയിലുള്ള വിശ്വാസം. അറുനാഴി പായസം കൂടാതെ മുന്നാഴി, നാഴിയുരി എന്നീ വഴിപാടുകളും ഇവിടെ നടത്തിവരുന്നു. മോഷണം പോയ മുതൽ തിരികെ ലഭിക്കുന്നതിനായി ഭക്തർ നടത്തിവരുന്ന ഒരു വഴിപാടായ കൈവട്ടക്കുരുതി ഈ ക്ഷേത്രത്തിലെ പ്രാധാന്യമറിയിക്കുന്ന വഴിപാടുകളിൽ ഒന്നാണ്. കരിക്കും വെള്ളത്തിൽ ചുണ്ണാമ്പും മഞ്ഞളും ചേർത്ത് അത് കൈവട്ടകയിലാക്കി ഭഗവതിക്ക് ഉച്ചപൂജാ വേളയിൽ നിവേദിക്കുന്നതാണ് കൈവട്ടകക്കുരുതി. കൈവട്ടകക്കുരുതി വഴിപാട് പ്രസാദം വാങ്ങുന്നതിനായി ധാരാളം ഭക്തജനങ്ങൾ ഉച്ചപൂജാ വേളയിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. ഇവ കൂടാതെ ക്ഷേത്ര മതിലിന് വെളിയിലായി സ്ഥിതി ചെയ്യുന്ന രക്തേശ്വരി പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ മാസത്തിൽ ഒരു ദിവസം നിവേദ്യം നടത്തുന്നു. എല്ലാ മാസത്തിലെയും അവസാന വെള്ളിയാഴ്ചയിൽ ഇവിടെ കലംകരിക്കൽ നിവേദ്യം നടത്തുന്നു. വിവാഹ തടസ്സങ്ങൾ നീങ്ങുന്നതിനും ഉത്തമ മംഗല്യസിദ്ധിക്കും വേണ്ടി വാരനാട് ദേവീക്ഷേത്രത്തിൽ സ്വയംവര പൂജ അഥവാ ഉമാമഹേശ്വര പൂജയും നടത്തിവരുന്നു. മംഗല്യസിദ്ധിക്കായി സ്വയംവര പുഷ്പാഞ്ജലിയും ഇവിടെ നടത്തിവരാറുണ്ട്. ഞായറാഴ്ചകളിലെ കാളി സഹസ്രനാമ പുഷ്പാഞ്ജലി, ചൊവ്വാഴ്ചകളിലെ ശത്രുസംഹാര പൂജ, എല്ലാ മാസത്തിലെയും അവസാനത്തെ വെള്ളിയാഴ്ചകളിൽ നടത്തുന്ന നാരങ്ങാവിളക്ക് പൂജ തുടങ്ങിയവയും ഇവിടെ പ്രാധാന്യമറിയിക്കുന്ന വഴിപാടുകളും പൂജകളുമാണ്. വാരനാട് ദേവീക്ഷേത്രത്തിലെ കൊടിയേറ്റുത്സവം
ആചാരാനുഷ്ഠാനങ്ങളും നടന്നു. കുംഭമാസത്തിലെ ഭരണിനാൾ ആറാട്ട് വരത്തക്ക വിധം 14 ദിവസത്തെ ദൈർഘ്യമേറിയ തിരുവുത്സവമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. കൊടിയേറ്റ് മുതൽ ആറാട്ട് വരെ 13 ദിവസം രാപ്പകൽ ഭേദമന്യേ ദേവി ഊരുവലം എഴുന്നള്ളത്തിനിറങ്ങും. വയലാർ, തണ്ണീർമുക്കം, ചേന്നം പള്ളിപ്പുറം എന്നീ പ്രദേശങ്ങളിലും ചേർത്തല നഗരത്തിലും ആയിരക്കണക്കിന് നിറവറകൾ ഈ അവസരത്തിൽ ഭക്തജനങ്ങൾ ദേവിക്ക് സമർപ്പിക്കും. കുംഭഭരണി ഉത്സവ ദിവസം രാവിലെ ഭരണി ദർശനം ആരംഭിക്കും. അന്ന് രാത്രിയിലാണ് തിരുവുത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന പ്രസിദ്ധമായ ഗരുഡൻ തൂക്കം. വാരണാട്ടമ്മയ്ക്ക് ഏറ്റവും പ്രിയങ്കരവും ശ്രേഷ്ഠവുമായ വഴിപാടാണ് തിരുവുത്സവ വേളയിൽ നടത്തപ്പെടുന്ന ഗരുഡൻ തൂക്കം. ദാരികവധത്തിനു ശേഷം ഭദ്രകാളിയുടെ ക്രോധം ശമിപ്പിച്ച് സാന്ത്വനപ്പെടുത്തുന്നതിനായി മഹാവിഷ്ണു ഗരുഡനെ ദേവീ സന്നിധിയിലേക്ക് അയച്ചു. സന്തോഷചിത്തനായ ഗരുഡൻ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ രഥത്തിൽ എഴുന്നള്ളി തന്റെ രക്തം ദേവിക്ക് സമർപ്പിച്ചു. രക്തം സ്വീകരിച്ച ദേവി അതീവ സന്തുഷ്ടയാവുകയും തന്റെ ഭക്തനാവശ്യമായ വരദാനങ്ങൾ നൽകുകയും ചെയ്തു. ഇത് ഓർമ്മിപ്പിക്കുന്നതിനാണ് ദേവിക്ക് ഇഷ്ടപ്പെട്ട ഗരുഡൻ തൂക്കം ഈ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നത്. അർദ്ധരാത്രിയോടെ ആരംഭിക്കുന്ന ഗരുഡൻ തൂക്കം ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരം കടന്ന് പടിഞ്ഞാറേ നടയിലൂടെ വടക്കുവശം ചുറ്റി കിഴക്കേ നടയിലെത്തുന്നതോടുകൂടി ഗരുഡൻ തൂക്കത്തിന്റെ ചടങ്ങുകൾ അവസാനിക്കുന്നു. തിരു ഉത്സവത്തെ കൂടാതെ മീനഭരണി ഉത്സവവും ഈ ക്ഷേത്രത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു വിശേഷ ദിവസമാണ്. ഈ ദിനത്തിലെ കുംഭക്കുടം വഴിപാടിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരും. മകരഭരണി നാളിലെ പൊങ്കാല മഹോത്സവം ഇവിടുത്തെ മറ്റൊരു വിശേഷാൽ ചടങ്ങാണ്. മേടമാസത്തിൽ പുണർദം നാളിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠാദിനം. കൂടാതെ നവരാത്രി സംഗീതോത്സവം, വൃശ്ചികം, ധനു മാസങ്ങളിലെ മണ്ഡല മാസാചരണം, കളമെഴുത്തും പാട്ടും, വലിയ കുളം പൂജ, സപ്താഹ നവാഹയജ്ഞം, ആണ്ടുപിറപ്പ് തുടങ്ങിയവയെല്ലാം ഇവിടെ വളരെ പ്രാധാന്യത്തോടുകൂടി ആഘോഷിക്കുന്നു. മണ്ഡലകാലത്ത് 41-ാം നാൾ വൈകിട്ട് നടത്തുന്ന വലിയ കുരുതി ഈ ക്ഷേത്രത്തിൽ പ്രധാനമാണ്. ക്ഷേത്രത്തിന് കൊടുങ്ങല്ലൂരുമായുള്ള ബന്ധത്തിന്റെ പ്രതീകം കണക്കെ നിലകൊള്ളുന്നതാണ് വലിയ കുരുതി. മുഖ്യദേവതയെ കൂടാതെ ക്ഷേത്രാധിപതിയായ ശിവൻ, കൊടുങ്കാളി, ക്ഷേത്ര പരിപാലകൻ, രക്തേശ്വരി, നാഗരാജാവ്, നാഗയക്ഷി, രക്ഷസ്, അറുകൊല, ഗണപതി എന്നീ ഉപദേവതാ പ്രതിഷ്ഠകളും ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. ശിവക്ഷേത്രത്തിൽ പ്രദോഷപൂജ, വലിയ ധാര, പഞ്ചധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, തിങ്കളാഴ്ചകളിൽ ശിവസഹസ്രനാമാർച്ചന എന്നിവയും നടത്തപ്പെടും. വാരനാട് ദേശത്തിന്റെ മാതൃദേവതയായി നാടിനെ ദുരന്തങ്ങളിൽ നിന്നും മഹാമാരികളിൽ നിന്നും കാത്തുരക്ഷിച്ചുകൊണ്ട് ചൈതന്യവതിയായി പരിലസിക്കുകയാണ് ഇവിടെ വാരനാട്.